Kalam Kaval, directed by Jidin Kejos. Written, screenplay, everything. Jidin Kejos. The production company is a Mammootty company and starring Mammootty and Vinayakan. As for എന്താ പറയാ ബിലോ ആവറേജ് മൂവി എന്ന് പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ബിലോ ആവറേജ് മൂവി. ബിക്കോസ് നമ്മൾ ഈ അടുത്തിടെയായിട്ട് ഒരു അഞ്ചാം പാതിരക്ക് ശേഷം ഇങ്ങോട്ട് മലയാളികൾ എത്രത്തോളം ഒരു ത്രില്ലർ അല്ലെ സൈക്കോളജിക്കൽ മൂവി ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പൾസ് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വരികയുണ്ടായി. പ്രേക്ഷകരും അതുപോലെ തന്നെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഈ സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് എല്ലാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി സ്ഥിരം പാറ്റേൺ, സ്ഥിരം യൂഷ്വൽ എപ്പോഴും ഉണ്ടാകുന്ന പാറ്റേൺ മാത്രം ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് ഈ കളങ്കാവൽ. എല്ലായിടത്തു നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ഗുഡ് റെസ്പോൺസ് ആണ് പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത്രത്തോളം ഗുഡ് റെസ്പോൺസ്? ഓക്കെ, ബിലോ ആവറേജ്, നോട്ട് ബാഡ്, ബിലോ ആവറേജ്. ആൻഡ് ആക്ടിംഗ് വൈസ് മമ്മൂക്ക ആൻഡ് വിനായകൻ ഇസ് എ ഗുഡ് പെർഫോമൻസ്, നോട്ട് എക്സലന്റ്. എക്സലന്റ് എന്ന് പറയാൻ പറ്റില്ല, എക്സലന്റ് ഒരിക്കലും പറയാൻ പറ്റില്ല. കമ്മട്ടിപ്പാടം വെച്ച് നോക്കുകയാണെങ്കിൽ വിനായകന്റെ ഒരു 10% പോലും ആക്ടിങ് സ്കിൽ പുറത്തേക്ക് എടുക്കാത്ത മൂവിയാണിത്. പിന്നെ മമ്മൂക്കാടെ നമുക്ക് പറയാൻ കഴിയില്ല ഏതാ മൂവി എന്ന് വെച്ചാൽ മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഈ പടമൊന്നുമല്ല. പിന്നെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ജോണർ പടങ്ങളിലാണ് ഇപ്പം മമ്മൂക്ക വരുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഈ ഒരു കളങ്കാവൽ എന്ന് പറയുന്ന മൂവി ഒരിക്കലും നമ്മൾ ബിയോണ്ട് എക്സ്പെക്ടേഷൻ കൊടുത്തുകൊണ്ട് ഒരിക്കലും പോകരുത്. അതുകൊണ്ടായിരിക്കും എനിക്ക് സംഭവിച്ചത്. ഒരു നൻപകൽ നേരത്ത് മയക്കം, ബ്രഹ്മയുഗം, കണ്ണൂർ സ്ക്വാഡ്, ഈ വക സിനിമകളൊക്കെ വെച്ച് അപേക്ഷിച്ച് കളങ്കാവൽ ഈസ് എ ബിലോ ആവറേജ് മൂവി എന്ന് മാത്രമേ പറയാൻ കഴിയൂ. എപ്പോഴും സ്ഥിരം നമ്മൾ പടം കണ്ടിരിക്കുന്ന സസ്പെൻസ് പോലും ഇല്ല. നെക്സ്റ്റ് മൊമെന്റ് എന്താ സംഭവിക്കുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി. നെക്സ്റ്റ് മൊമെന്റ് എന്താണ് നമുക്ക്, പിന്നെ ഒരു ജസ്റ്റ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മൂക്ക ഈസ് എ നെഗറ്റീവ് റോൾ. അത് ആദ്യമേ നമുക്കറിയായിരുന്നു. മമ്മൂക്ക ചെയ്തു വെച്ച നെഗറ്റീവ് റോളൊക്കെ നമ്മൾ കണ്ടതാണ്. വിധേയൻ കണ്ടവർക്കറിയാം എന്താണ് മമ്മൂക്ക നെഗറ്റീവ് റോൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സിനിമകൾ മമ്മൂക്ക നെഗറ്റീവ് റോൾ ചെയ്ത് തിളങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ കളങ്കാവൽ ബിയോണ്ട് എക്സ്പെക്ടേഷൻ വെച്ച് ആരും പോകരുത്. ഈ വക മടുപ്പിക്കുന്ന രൂപത്തിലുള്ള സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് എന്തെങ്കിലും പുതിയ രൂപത്തിൽ പുതിയ സബ്ജക്റ്റുകൾ വെച്ചിട്ട് അല്ലെ പുതിയ മാറ്ററുകൾ വെച്ചിട്ട് ഇത് മടുത്തത് കൊണ്ട് പറയാണ്. ഇങ്ങനത്തെ ഈ ടൈപ്പ് സാധനങ്ങൾ മടുത്തു എന്നുവെച്ചാൽ ഒന്നും തന്നെ ഈ ഒരു പടത്തിൽ സസ്പെൻസ് അല്ലെങ്കിൽ ക്ലൈമാക്സിലൊന്നും ഒന്നുമില്ല. ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പടത്തിലുള്ളത്. അപ്പോൾ ജസ്റ്റ് മൂവി കാണാം എന്നുള്ളതിലുപരി നമുക്കിതിൽ വേറൊന്നും, എന്തുകൊണ്ടാണ് ഇത്രത്തോളം പോസിറ്റീവ് റിവ്യൂസ്, ഒരുപാട് റിവ്യൂകൾ കണ്ടു. അപ്പോൾ അതിലൊക്കെ ഗംഭീര റിവ്യൂകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആസ് ഓൾ ഞാൻ പറയുന്നു, ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഈസ് എ ബിലോ ആവറേജ് മൂവി. പണം വാരിയേക്കാം, ചിലപ്പോൾ 100 കോടി 200, അതൊക്കെ മറുവശം, അതൊക്കെ വേറൊരു ഭാഗം. പൈസ വാരുന്നതല്ലല്ലോ പടം. പടത്തിന്റെ സോൾ എന്ന് പറയുന്നത് അതിൽ കോണ്ടന്റ് ഉണ്ടാവണം. കോണ്ടന്റ് അങ്ങനത്തെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടതാണ്. ഭ്രമയുഗമൊക്കെ മമ്മൂക്ക എന്താ ചെയ്ത് വെച്ചിട്ടുള്ളത്, അതൊക്കെ ബിയോണ്ട് എക്സ്പെക്ടേഷൻ എന്ന് അതുക്കും മേലെ. അപ്പം അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ എടുക്കുക. ഇങ്ങനത്തെ വെറും ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമാവരുത് നമ്മുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അല്ലെങ്കിൽ സിനിമ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ മൂവി, കണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല.